അപ്പോൾ ഭട്ടാചാര്യ പറയുന്നത് ചാനൽ NDTV വന്നിട്ട് NDTV ആണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത്. NDTVയിൽ പറയുന്നത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ ദേഹത്ത് വെടികൊണ്ടു, അയാളുടെ ചോരയൊക്കെ തെറിച്ച് എൻ്റെ ദേഹത്ത് വീഴുന്നു. പിന്നെ അയാൾ ഓടി വന്നിട്ട് എൻ്റെ നെറ്റിയിൽ തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു കലീമ ചൊല്ലാൻ പറഞ്ഞു. കലീമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഖുർആനുമായി ബന്ധപ്പെട്ട അവരുടെ 6 കലീമകളുണ്ട്. കൽമ എന്ന് പറയും, കലീമ എന്ന് പറയും, അത് ചൊല്ലാൻ പറഞ്ഞു. പുള്ളി പറയുകയാണ് ഞാൻ ബംഗാളി സാഹിത്യം പഠിപ്പിക്കുന്ന ആളാണ്, എനിക്കറിയാം കലീമ, അതുകൊണ്ട് ഞാൻ ഭയന്ന് ഉറച്ച് ഞാൻ ഉറക്കെ വലിയ ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് പറഞ്ഞിട്ടുള്ള കലീമ ഞാൻ ചൊല്ലി. അപ്പോൾ എന്നെ ഒന്ന് നോക്കിയിട്ട് അയാൾ പോയി, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതാണ് വാർത്ത. ഈ വാർത്ത അപ്പം ഇപ്പം മധുമിത പറയാണ്, മധുമിത പറഞ്ഞതായിട്ട് മധുമിതയുടെ സഹോദരി ഇന്ദ്രാണി ദാസ് NDTV എന്ന് പറയുന്നുണ്ട്. ചേച്ചി എന്നോട് പറഞ്ഞു ആ സംഭവം ചേച്ചി കണ്ടു, എല്ലാവരും വെടിവെക്കുന്നത് കണ്ടു എന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് തീവ്രവാദികളാണെങ്കിൽ ഉറപ്പായിട്ട് മുസ്ലിങ്ങളാണെന്ന് കാശ്മീരിലെ ഉറപ്പുണ്ട്. അപ്പം ഞാനപ്പോൾ എന്ത് ചെയ്തു, എന്നെ കൊല്ലുമല്ലോ എന്ന് ഓർത്തിട്ട് എൻ്റെ കയ്യിലുള്ള വളകൾ ഞാൻ ഷാക്കാപ്പോള എന്ന് പറയും. ഷാക്കാപ്പോള എന്ന് പറഞ്ഞ വള ഹിന്ദുക്കളാണല്ലോ കൂടുതലും വളകൾക്ക് ആ കുപ്പി വളകളൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. എൻ്റെ നെറ്റിയിൽ സീമന്തരേഖ ഉണ്ടായിരുന്നു, ആ സിന്ദൂരെ ഞാൻ മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഹിന്ദു അല്ലാതെ മനസ്സിലായി. എൻ്റെ ഭർത്താവിൻ്റെ തലയ്ക്ക് തോക്ക് ചൂണ്ടി കലീമ ചൊല്ലാൻ പറയുകയും അദ്ദേഹം ഉച്ചത്തിൽ അത് ചൊല്ലുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു. ഞങ്ങൾ അവിടുന്ന് ഇവരെ പോയ ഉടനെ ഞങ്ങൾ ഓടി അവിടെ ഒരു വേലിക്കെട്ടുണ്ട്. ഈ വേലിക്കെട്ട് മറികടന്ന് ഞങ്ങൾ ആ പൈൻമരക്കാട്ടിൽ പോയി ഞാനും എൻ്റെ മകനും എൻ്റെ ഭർത്താവും മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇവർ തുരുതുരാ വെടിവെക്കുകയായിരുന്നു ആളുകളെ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.